ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിനവും സ്തംഭിച്ച ലോക്സഭ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചു. എപ്സ്റ്റീൻ ഫയൽ ഉയർത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ലോക്സഭ ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിച്ചു. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, വലിയ പ്രതിഷേധം അവസാന ദിവസവും പ്രതിപക്ഷം സംഘടിപ്പിച്ചു. നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. 12 മണിക്ക് തൽക്കാലത്തേക്ക് പിരിഞ്ഞെങ്കിലും പിന്നീട് സഭ ചേരാനേ കഴിയാത്ത സാഹചര്യമുണ്ടായി. മാധു, തീർച്ചയായും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം കണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിലെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച വിവാദം, മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ, ഏതായാലും ഈ 3 വിഷയങ്ങൾ ഉയർത്തി വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഉയർത്തിയത്. പിന്നീട് രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയം പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ ലോക്സഭ പാസാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ നീക്കം നടത്തുന്നതും ലോക്സഭയിൽ കണ്ടു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന വിവാദം. അങ്ങനെ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയ അസാധാരണ പ്രതിഷേധ കാഴ്ചകൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. പാർലമെന്റ് കവാടത്തിലും വലിയ പ്രതിഷേധമാണ് സർക്കാർ നേരിട്ടത്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP അംഗം നിഷികാന്ത് ദുബെ ലോക്സഭയിൽ നോട്ടീസ് നൽകിയ സാഹചര്യമുള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിവിലേജ് നോട്ടീസ് നൽകാനുള്ള നീക്കവും സർക്കാർ നടത്തുകയാണ്. അങ്ങനെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ തന്നെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം കണ്ടത്. രണ്ടാം ഘട്ട സമ്മേളനം ഇനി ആരംഭിക്കാൻ പോകുന്നത് മാർച്ച് 9-ാം തീയതിയാണ്. തീർച്ചയായും ഇതിന്റെ തുടർച്ച ഇനി രണ്ടാം ഘട്ട സമ്മേളനത്തിലും കാണാം. ആദ്യഘട്ടത്തിന്റെ അവസാന ദിനം സ്തംഭനാവസ്ഥയാണ് പ്രതിപക്ഷം ലോക്സഭയിൽ സൃഷ്ടിച്ചത്.